അസ്സലാമലൈക്കും. ഇന്ന് തലശ്ശേരിയുടെ സ്വന്തം ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ബിഗിനേഴ്സിനെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്, അതുകൊണ്ട് കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ നോക്കിയാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ആണ് മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമ്മളിത് മാറ്റി വെക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. നല്ല നേരിയതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്ത ഉള്ളിയായിരിക്കണം. നമുക്ക് ദം ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നേ ഉള്ളൂ. ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. അതും ദം ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ളതാണ്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അതേ ഓയിൽ തന്നെ യൂസ് ചെയ്താൽ മതി. ഞാൻ വലിയൊരു പാത്രം എടുത്തുന്നേ ഉള്ളൂ, കാരണം എൻ്റെ ചീനച്ചട്ടി ചെറുതായതുകൊണ്ട് കുറേ പീസസ് ഇടാൻ പറ്റില്ല. അപ്പോൾ സെയിം ഓയിൽ തന്നെ ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആവണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഇതിപ്പം ഞാൻ രണ്ട് ഭാഗവും ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുത്തതാണിത്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് സവാള നല്ല നേരിയ പീസസായിട്ട് കട്ട് ചെയ്ത് വെക്കണം. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കുക. ഒരുപാട് അരച്ച് പേസ്റ്റ് ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. പിന്നെ തക്കാളി ഇതുപോലെ അരിഞ്ഞു വെക്കുക. ഇതേപോലെ വലിയൊരു നോൺ സ്റ്റിക്കിൻ്റെ ചെമ്പടുപ്പിൽ വെക്കുക. അതിലേക്ക് കുറച്ച് നെയ്യും പിന്നെ കുറച്ച് ഓയിലും, രണ്ടും നെയ്യും ഓയിലും അങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യണത്, ഗീ. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ നമ്മൾ ചിക്കൻ പൊരിച്ച് വെച്ച ഓയിലുണ്ടല്ലോ, അത് തന്നെ ഒഴിച്ചാൽ മതി. അത് ഒഴിച്ച് ഇതിലേക്ക് നമ്മൾ ഉള്ളിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊരു പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 10 ഉള്ളിയോളം എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ കറക്റ്റ് എല്ലാത്തിൻ്റെയും കറക്റ്റ് അളവ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഓയിൽ കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ഓയിൽ ഒഴിക്കണേ. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഉള്ളിയെ. ഇപ്പോൾ ഉള്ളി അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളകാണ്. ആവശ്യത്തിനുള്ള പച്ചമുളക് നന്നായിട്ട് ചതച്ചെടുത്തതാണിത്, മിക്സിയിലിട്ടൊന്ന് ചതച്ചതാണ്, അതുകൂടെ ഇടുക. പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളി ഇതേപോലെ തന്നെ ചതച്ചതാണ്. ഇതിൽ ഞാൻ കുറച്ച് ബാക്കി മാറ്റി വയ്ക്കുന്നുണ്ട്. അതെനിക്ക് ചോറിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ റൈസ് ഉണ്ടാക്കുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതും കൂടെ ഇട്ട ശേഷം നന്നായി മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം. എല്ലാത്തിൻ്റെയും ഒരു പച്ചമണം ഉണ്ടല്ലോ, അതൊന്ന് മാറിക്കിട്ടണം. ഇപ്പോൾ നന്നായിട്ട് എല്ലാം മിക്സായി നല്ല പച്ചമണമൊക്കെ ഒന്ന് മാറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ഇതേപോലെ തന്നെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് തക്കാളി ഉടഞ്ഞു വരുന്നത് വരെ നമ്മൾ വഴറ്റണം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ആ ഓയിലോടുകൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് ഇതും ഉള്ളിയുമായിട്ടൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കിട്ടണം നമുക്ക്. ഇനി ബാക്കിയുള്ള വേവ് ഉണ്ടല്ലോ, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അത് വെന്തിട്ടുണ്ടാവില്ല. ഇനി ബാക്കി ചിക്കൻ ഈ മസാലയിൽ കിടന്നിട്ട് വേണം വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അടച്ച് വെച്ചിട്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട, അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടാൽ മതി. വെള്ളം ചിക്കനകത്ത് നിന്ന് തന്നെ വരും. എന്നിട്ട് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ കിടന്ന് വേവണം. ഇപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് കണ്ടില്ല, ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ അതിനകത്ത് നിന്ന് ചിക്കൻ ഇറങ്ങി വന്നിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് ചിക്കനിൽ പിടിച്ചിട്ടുണ്ടാവും ഈ സമയം. ഇനി നമ്മളിതിലേക്ക് ഗരം മസാല, ആവശ്യത്തിന്
ഗരം മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് പുതിനയിലയും മല്ലിയിലയും അതും കൂടെ നന്നായിട്ട് ചേർക്കാം. ഈ സമയമാകുമ്പോഴത്തേക്ക് ചിക്കൻ വെന്തിട്ടുണ്ടാവും കേട്ടോ. വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണേ. അതിന് ശേഷമാണ് ഇതൊക്കെ ചേർക്കേണ്ടത്. അതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് നേരം കൂടെ അടച്ചു വെച്ച് കുറച്ച് നേരം കൂടെ ഒന്ന് ആവി കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇത്രയാണ് മസാലയുടെ പണി. മസാല റെഡിയായി. ഓക്കെ, ഇതിപ്പോൾ ഞാനിപ്പോൾ അടച്ചു വെച്ച് ഒരു 2 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ ഓഫ് ചെയ്യും. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു വലിയ നോൺ സ്റ്റിക്ക് ചെമ്പ് അടുപ്പിൽ വയ്ക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യും കുറച്ച് ഓയിലും വേണം. സൺഫ്ലവർ ഓയിലാണ്. കുറച്ച് ഓയിലും കൂടെ ചേർക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഹോൾ ഗരം മസാലാസ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇത് 3ഉം പിന്നെ ബേ ലീവ്സ്, ഇത് ബേ ലീവ്സാണ്. ഇതും കൂടെ ഇട്ടിട്ട് ഒന്ന് അതൊന്ന് പൊട്ടി വരട്ടെ. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ജീരകശാല റൈസാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ നന്നായിട്ട് കഴുകി വെള്ളം വാരാനായിട്ട് വെക്കണം. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വറുക്കുക. ഒരു 2 മിനിറ്റെങ്കിലും ഒന്ന് വറുത്തെടുക്കണം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചോറ് ഒട്ടിപ്പിടിക്കാതെ കിട്ടും. ഈ സമയം തന്നെ വെള്ളം, നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കണേ. ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ വെള്ളം ഓൾറെഡി ഇവിടെ തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അരിയും ഒരു 2 മിനിറ്റ് നേരം ഞാൻ വറുത്തിട്ടുണ്ട്. ഇനി അരിയിലേക്ക് നമുക്ക് വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പിന് 1.5 കപ്പ് വെള്ളം, അതാണ് കണക്ക്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് എപ്പോഴും കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം. വെള്ളത്തിൽ നമ്മൾ ഉപ്പിട്ടിട്ട് ഉപ്പ് നോക്കാൻ നേരത്ത് കുറച്ചൊന്ന് കൂടി നിൽക്കണം. എന്നാൽ മാത്രമേ ചോറിൽ കറക്റ്റായിട്ടുള്ള ഉപ്പുണ്ടാവുള്ളൂ. ഉപ്പിട്ടു. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത്, ഞാൻ നേരത്തെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും മസാലയിൽ ഇടുമ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് എൻ്റെ ഉമ്മാൻ്റെ ടിപ്പാണ് കേട്ടോ, ഹസ്ബൻഡിൻ്റെ ഉമ്മാൻ്റെ ചോറ് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഉമ്മ ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാനും ഇതുപോലെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ചോറിന് നല്ലൊരു ഫ്ലേവറായിരിക്കും. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, വെള്ളത്തിലാണേ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് തിളയ്ക്കുന്നത് വരെ നമ്മൾ മീഡിയം ഫ്ലെയിമിലായിരിക്കണം. പിന്നെ നമ്മൾ ചെറിയ തീയിലാക്കിയിട്ട് അടച്ചു വയ്ക്കാം. ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയിടണം. അടിയിലൊന്നും പിടിക്കാൻ പാടില്ല. ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം. അത്യാവശ്യം ഒരു 3/4 വേവോളം ആയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കിയിട്ട ശേഷം ചെറിയ തീയിൽ തന്നെ ഇടാൻ പാടുള്ളൂ. ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കൂടെ ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ അടച്ചു വയ്ക്കാം നമുക്ക്. ഇപ്പോൾ നമ്മുടെ ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. കറക്റ്റ് വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ദമ്മ് ചെയ്യാന്നുള്ള പ്രോസസ്സാണ്. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ളത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന ഉള്ളി, പിന്നെ കുറച്ച് നാരങ്ങാനീര്, പിന്നെ ഗരം മസാല, മല്ലിയില, പുതിനയില, ഇതെല്ലാം റെഡിയാക്കി വെക്കുക. ഇനി നമുക്ക് ദം ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ദം ചെയ്യാമെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ മസാല ഉണ്ടാക്കിയ പാത്രം ഉണ്ടല്ലോ, അതെടുത്ത് വെക്കുക. ചെറിയ തീ ചെറുതായിട്ട് ഓണാക്കി വെക്കുക. ഇനി നമ്മൾ റൈസിൽ നിന്നും പകുതി ചോറ് ഇതിലേക്ക് നിരത്തി കൊടുക്കാം. ഈ മസാലയുടെ മുകളിലായിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം പകുതി ചോറ്. ഇതിപ്പോൾ ഞാൻ പകുതി ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ദം ചെയ്യാൻ എടുത്തു വെച്ച സാധനങ്ങളുണ്ടല്ലോ, അതിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം ഗരം മസാല ഇടാം. ആവശ്യത്തിനുള്ള ഗരം മസാല ഒന്ന് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഇടേണ്ടത് ഉള്ളി, വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ, നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ച ഉള്ളിയും, പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും, അതും കൂടെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നാരങ്ങാനീര് കുറച്ച് ഇതിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. പിന്നെ കളറ് വേണമെന്നുണ്ടെങ്കിൽ, ബിരിയാണിക്ക് ഒരു മഞ്ഞ കളർ ഉണ്ടാകുമല്ലോ, അത് വേണമെന്നുണ്ടെങ്കിൽ ഈ നാരങ്ങാനീരിൽ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ചെയ്യുന്നില്ല. പിന്നെ അതിൻ്റെ മുകളിൽ മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ടതിന് ശേഷം വീണ്ടും ബാക്കിയുള്ള ചോറും കൂടെ ഇതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യണം. ഇനി ബാക്കിയുള്ള ചോറും കൂടെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ മുകളിൽ നിരത്തി കൊടുക്കുകയാണേ.
ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്കി എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കാം. ഗരം മസാല, ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, നാരങ്ങാനീര്, പിന്നെ മല്ലിയില, പുതിനയില എല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഈ പാത്രം ഒന്ന് സീൽ ചെയ്തെടുക്കണം. സാധാരണ എന്താ പറയുക, മൈദ മാവ് കൊണ്ട് ഇങ്ങനെ ഒരു പശ പോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് നമ്മൾ ഒന്ന് അടയ്ക്കുകയാണ് ചെയ്യുക. ഞാനും സാധാരണ ചെയ്യാറ് ഇതേപോലെ ഒരു അലൂമിനിയം ഫോയിൽ എടുക്കും. എന്നിട്ട് നല്ല ടൈറ്റായിട്ട് ഇതിനെ അങ്ങോട്ട് വെച്ച ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മുടെ ഈ പാത്രത്തിൻ്റെ മൂടി ഉണ്ടല്ലോ, അത് നന്നായിട്ട് അങ്ങ് അമർത്തി മൂടുകയാണ് ചെയ്യുക. എന്നിട്ട് സൈഡൊക്കെ നന്നായിട്ട് അങ്ങോട്ട് സീൽ ചെയ്ത് കൊടുക്കും. അപ്പോൾ ആവിയൊന്നും തീരെ പുറത്തു പോവില്ല. നിങ്ങൾക്ക് മൈദമാവ് വെച്ച് ചെയ്യാൻ ഈസി ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ ഈ ഒരു മെത്തേഡാണ് ചെയ്യാറ്. നന്നായിട്ട് സീൽ ചെയ്ത ശേഷം ഒരു 20 മുതൽ 25 മിനിറ്റ് വരെയെങ്കിലും നമ്മളിത് ദം ചെയ്തെടുക്കണം. വളരെ ചെറിയ തീയിലേ ഇടാൻ പാടുള്ളൂ. ഇനി നിങ്ങൾക്ക് അടിയിൽ പിടിക്കുന്ന പേടിയുണ്ടെങ്കിൽ ഒരു പഴയ നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ ഒരു മൂടിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച ശേഷം അതിൻ്റെ മേലെ ഈ ചെമ്പ് വെച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ അടിയിലൊന്നും പിടിക്കില്ല. വളരെ ചെറിയ തീയിലിട്ടാൽ മതി. ഇപ്പോൾ ഒരു 25 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യാൻ പോവുകയാണേ. ഇതിപ്പോൾ നമുക്ക് തുറക്കുമ്പോൾ തന്നെ കാണാം, ഫോയിൽ കുറച്ചൊന്ന് പൊങ്ങിയ പോലെ ഉണ്ടോ. അപ്പോൾ നന്നായിട്ട് അടിയിൽ നിന്ന് ആവി വന്നിട്ടാണ് മസാലയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ചോറിൽ പിടിച്ചിട്ടുണ്ടാവും. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി ബിരിയാണിയുടെ സ്മെല്ലാണ്. കണ്ടില്ലേ, നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലുണ്ട്. ഇനി നമുക്ക് റൈസും മസാലയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. തലശ്ശേരി ബിരിയാണിയിൽ സാധാരണ നമ്മൾ മിക്സ് ചെയ്യില്ല, രണ്ടും സെപ്പറേറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പം നമുക്ക് ഈ ചോറിനെ ഒന്ന് മാറ്റാം. റൈസ് നമുക്ക് മാറ്റാം. എനിക്ക് ഹസ്ബൻഡാണ് മാറ്റി തരുന്നത്. ഞാൻ മൂപ്പരെ ഹെൽപ്പിന് വിളിച്ചതാണ്. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് നമ്മൾ മുഴുവൻ റൈസും മാക്സിമം നമുക്ക് പറ്റാവുന്നത്ര റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് ചോറ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കാരണം നമ്മൾ ദം ചെയ്യുമ്പോൾ ഇട്ട എല്ലാ സാധനങ്ങളും ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് എല്ലായിടത്തും എത്താൻ വേണ്ടി കംപ്ലീറ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ ഇത് മസാല പാത്രത്തിൽ നമുക്ക് കുറച്ച് ചോറ് എന്താണേലും ബാക്കിയുണ്ടാവും, അത് കുഴപ്പമില്ല. അത് നന്നായിട്ടൊന്ന് മസാലയുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചാൽ മതി. തലശ്ശേരി ബിരിയാണിയുടെ മസാല എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് ചോറൊന്ന് മിക്സായിട്ട് തന്നെ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ചോറും മസാലയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം പ്ലേറ്റിൽ കുറച്ച് ചോറിടുക. പിന്നെ അതിൻ്റെ സൈഡിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയും പിന്നെ ചിക്കൻ പീസും പിന്നെ സൈഡ് ഡിഷായിട്ട് നമുക്ക് തൈര് കൊണ്ടുണ്ടാക്കുന്ന സാലഡും അച്ചാറും ഒക്കെ യൂസ് ചെയ്യാം. എല്ലാം കൂട്ടി നല്ലൊരു അടിപൊളി ബിരിയാണി കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരെയും ടേക്ക് കെയർ. ബൈ ബൈ.